ഹലോ ഗായ്സ്, ഇന്ന് വീട്ടിൽ ബോറടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സോഫ്റ്റ് ക്ലേ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ടോ ഇത് മേടിച്ച് ഇങ്ങനെ വെച്ചിട്ട്. ആദ്യം ആ സോഫ്റ്റ് ക്ലേ എടുത്ത് വെച്ച് കുറേ നേരം ഇങ്ങനെ ഞമ്മക്കി കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സോഫ്റ്റ് ക്ലേ പാക്കറ്റിന് പുറത്ത് ഇങ്ങനെ കയ്യിലെടുക്കുന്നത്. എന്നിട്ട് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിൻ്റെ പെറ്റൽസാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയത്. കുറച്ച് ബോൾസ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് എത്ര പെറ്റൽസാണോ അതിനകത്ത് വേണ്ടുന്നത് അങ്ങനെ 3-4 പെറ്റൽസ് ഇങ്ങനെ ബോളാക്കി വയ്ക്കുക. ഞാനിപ്പോൾ കുറച്ച് പെറ്റൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുഞ്ഞ് ഫ്ലവറാണ് ഉണ്ടാക്കിയത്, അത്രയും കുഞ്ഞതല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് പൂമ്പൊടിയുടെ ഭാഗത്ത് എന്താണോ കളർ വേണ്ടുന്നത് അതെടുക്കുക. യെല്ലോ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്കത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തോന്നി കേട്ടോ. ഞാൻ എടുത്തത് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളറായിരുന്നു. ആ ലൈറ്റ് കളറ് എടുത്തിട്ട് അതിന് ചുറ്റിലും ഈ പെറ്റൽസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ പൂമ്പൊടി പോലെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയ ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടാത്തതായിരുന്നു കേട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ അത് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആ കളർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. യെല്ലോ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ പെറ്റൽസ് വേണമെങ്കിൽ ചെറുതായിട്ട് ചമുക്കി കൊടുക്കാം. ഞാൻ കുറേ നാൾക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചൊരു 1 ഇയർ കൂടുതലായി ഈ ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ട് പെൻ ഹോൾഡറായിട്ട് ഉണ്ടാക്കിയാണ്. പെൻ ഇപ്പോഴും അതിനകത്ത് തന്നെയാണ് വെക്കുന്നതും. അതിൻ്റെ മുകളിൽ ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ചു. ഞാൻ വിചാരിച്ചു ഗം വേണ്ടി വരുന്നു, പക്ഷേ ഗം വേണ്ടി വന്നില്ല കേട്ടോ. പക്ഷേ അത് സ്റ്റിക്കായി തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഗമ്മൊന്നും ഞാൻ ഒട്ടിച്ചില്ല, ഇപ്പോഴും അത് സ്റ്റിക്കായി തന്നെ ഇരിപ്പുണ്ട്. സോഫ്റ്റ് ക്ലേയുടെ ഒരു പ്രത്യേകതയാണ്, പെട്ടെന്ന് അത് ഒട്ടുകയും ചെയ്യും. ഒട്ടിയാൽ പിന്നെ അത് മാറ്റാനും പറ്റില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.